10th കഴിഞ്ഞാൽ ലൈഫിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനാണ്, ഇനി ഏതാ എടുക്കാൻ പോകുന്നത്, സയൻസ് ആണോ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ, അങ്ങനെ പലരും ചോദിക്കും. ആൻഡ് നമ്മളെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്ന കാരണം കൊണ്ട് നമ്മൾ ഇപ്പോൾ ഇവർ പറയുന്ന ഇതിലും കാര്യമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അത് പോയി എടുക്കാനൊക്കെ തുടങ്ങും. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സ്റ്റീരിയോ ടൈപ്പ് സ്ഥിരമുള്ളതുണ്ട്. ഫുൾ A+ ആണെങ്കിൽ സയൻസ്, 9A+ ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെയൊക്കെയുള്ളൊരു സ്റ്റീരിയോ ടൈപ്പുകളുണ്ടല്ലോ, അതുണ്ട്. പക്ഷേ ഒരു സ്ട്രീം ചൂസ് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി സ്റ്റുഡൻസ് ചെയ്യുന്ന ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്നറിയോ, ഫ്രണ്ട്സ് ചൂസ് ചെയ്യുന്നത് നോക്കിയിട്ട് അവർ ചെയ്യുന്ന പോലെ അവർക്ക് സയൻസ് എടുത്താൽ നമ്മളും സയൻസ്. പിന്നെ ഫാമിലി പ്രഷർ കാരണം ഫാമിലി പറയുകയാണ് കമ്പ്യൂട്ടർ സയൻസ് എടുക്കരുത്, ബയോ സയൻസ് എടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കയറി എടുക്കുകയാണ്. അതൊന്നും ചെയ്യരുത്. ഒരു സ്ട്രീം ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഹൈപ്പ് നോക്കിയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻസ് നോക്കിയിട്ടോ അല്ല ചൂസ് ചെയ്യേണ്ടത്, നമ്മൾക്കുള്ള ഇൻട്രസ്റ്റ് ആണ് നോക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രീമാണ് ചൂസ് ചെയ്യേണ്ടത്. ഞാൻ ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടി എന്താണ് ഒരു സ്ട്രീം എടുക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത കുട്ടിയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ പോകുന്നവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും, കമ്പ്യൂട്ടർ സയൻസ് എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഞാനൊരു ക്വസ്റ്റ്യനായ രൂപത്തിലാണ് പറയാൻ പോകുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് എളുപ്പമായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കമ്പ്യൂട്ടർ സയൻസ് എളുപ്പമാണോ എന്നുള്ളതാണ്. ഓക്കെ, എൻ്റെ ഒപ്പീനിയനിൽ കമ്പ്യൂട്ടർ സയൻസ് ഒരു ബിലോ ആവറേജ് നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ അവർക്ക് ഭയങ്കര ടഫായിരിക്കും. ഭയങ്കര ടഫ് പറഞ്ഞാൽ ഒരു അത്യാവശ്യം ടഫ് തന്നെയായിരിക്കും. ഇനി ഒരു ആവറേജ് നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എബവ് ആവറേജ് നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ കുറച്ച് എഫേർട്ട് എക്സ്ട്രാ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നെയും എളുപ്പമായി കിട്ടുമായിരിക്കും. മേ ബി അല്ല, കിട്ടും, ഉറപ്പാണ്. പക്ഷേ ബിലോ ആവറേജ് നിൽക്കുന്ന കുട്ടിയുടെ മേ ബി ആണ്. കാരണം ആൾക്ക് പഠിച്ചെടുക്കാൻ കുറച്ചധികം ഉണ്ടാവും. ഓക്കെ, അതാണ്. പിന്നെ ഉള്ളത് സബ്ജക്ട്സ് വൈസ് നമ്മൾ പറയാനുള്ളത് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ 10ൽ ഫുൾ A+ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും കമ്പ്യൂട്ടർ സയൻസോ ബയോ സയൻസോ എടുക്കരുത്. നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുമെങ്കിൽ മാത്രം എടുത്താൽ മതി. ബിക്കോസ് നമ്മൾ 10ൽ ഫുൾ A+ കിട്ടിയെന്ന് പറഞ്ഞാലും നമ്മൾ +1ലേക്ക് വന്ന് സിലബസ് പഠിക്കാൻ വേണ്ടി തുറക്കുന്ന ടൈമിൽ സിലബസ് ഭയങ്കര വൈഡറാണ്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുക വെച്ചാൽ ഫിസിക്സ് +10ാം ക്ലാസ് ഫിസിക്സിൽ 7 ചാപ്റ്റർ ഉണ്ട് വിചാരിക്കും. 7 ചാപ്റ്റർ ഉണ്ട് തോന്നും. ആൻഡ് +1ൽ 14 ചാപ്റ്റർ ഉണ്ട്, അതിൻ്റെ ഇരട്ടി ചാപ്റ്റർ ഉണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ 10ത്തെ ഫസ്റ്റ് 3 ചാപ്റ്ററിൻ്റെ വലുപ്പമുണ്ട് +1ൽ ഒരു ചാപ്റ്റർ. +1 മാത്രമല്ല +2 അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ വളരെ റെയർ ചാപ്റ്റർ മാത്രമാണ് കുറച്ച് കുഞ്ഞിയെന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ സിലബസ് വൈഡറാണ്, കുറേ പഠിക്കാനുണ്ട്. 10A+ കിട്ടി എന്നും പറഞ്ഞിട്ട് സയൻസ് എടുക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അനുഭവം കൊണ്ട് പറയുവാണ്. ബിക്കോസ് കുറേ പേര് ഞങ്ങളുടെ ക്ലാസ്സിൽ അങ്ങനെ ഫുൾ A+ ഉള്ളവർ എടുത്തവരൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഓക്കെ. പിന്നെ ഉള്ള കാര്യം ടഫ്നെസ്സിനെ പറ്റി ഞാൻ പറഞ്ഞു. സെക്കൻഡ് വൺ, ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെ സബ്ജക്ട്സാണ് ഉള്ളത്. 4 സബ്ജക്ട്സാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. മീൻസ് മെയിൻ സബ്ജക്ട്സ്, കോർ സബ്ജക്ട്സ് ആയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്. ആൻഡ് നമുക്ക് ഈ മാത്സിന് പകരം നമുക്ക് ജിയോളജി പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് ചില സ്കൂളിൽ ചില പർട്ടിക്കുലർ പ്ലേസിലുള്ളവർക്ക് മാത്രമാണ് ആ ഒരു സ്ട്രീമുള്ളൂ. മോസ്റ്റ് ഓഫ് ദ സ്കൂളിലും ഉള്ളത് കമ്പ്യൂട്ടർ മാത്താണുള്ളത്. ഓക്കെ, കമ്പ്യൂട്ടറിൻ്റെ കൂടെ മാത്സ് എടുക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും ബെറ്റർ. ബിക്കോസ് നമ്മൾ എന്തായാലും ഈ ഒരു IT സെക്ടറിലേക്ക് തിരിയാനായിരിക്കുമല്ലോ കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടുണ്ടാവുക മെയിനായിട്ടും. അപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് തിരിയുമ്പോൾ എന്തായാലും മാത്സിൻ്റെ അവിടെ ഒരു ചെറിയ കളികൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ. പിന്നെ ഇതാണ് 4 സബ്ജക്ട്സ്. പിന്നെ 2 സബ്ജക്ട്സ് ഉള്ളത്, ഒരെണ്ണം ഫസ്റ്റ് ലാംഗ്വേജ്, ഒരെണ്ണം സെക്കൻഡ് ലാംഗ്വേജ്. ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ് നമുക്കിഷ്ടമുള്ള എടുക്കാം. സംസ്കൃതം, മലയാളം, ഹിന്ദി, അറബിക്ക്, ഉറുദു, ഈ 5 ലാംഗ്വേജസേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. ഞാൻ സംസ്കൃതമാണ് എടുത്തിരുന്നത്. പിന്നെ പറയാനുള്ളത്, ഈ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോ സയൻസുകാർക്ക് എന്താ അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ബയോളജി സയൻസും കമ്പ്യൂട്ടർ സയൻസും തമ്മിലുള്ള വ്യത്യാസം, അവർ ബയോളജി പഠിക്കുന്നു, നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കുന്നു, അത്ര വ്യത്യാസമേ ഉള്ളൂ. ബാക്കി ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രിയിലൊക്കെ ഉള്ള പ്രാക്ടിക്കൽ ആയാലും എല്ലാം സെയിം തന്നെയാണ്, മാർക്കുകളും സെയിം ആണ്. ഓക്കെ, അങ്ങനെ.
പിന്നെ കോമേഴ്സുകാരേനെ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസുകാരേനെ നമ്മളുടെ സയൻസുമായിട്ട് കമ്പയർ ചെയ്യരുത് ഒരിക്കലും. ബിക്കോസ് അവർക്കും അവരുടേതായ രീതിയിൽ പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. കോമേഴ്സുകാർക്ക് അത്യാവശ്യം പഠിക്കാനുണ്ട്, ഹ്യൂമാനിറ്റീസുകാർക്കും അത്യാവശ്യം പഠിക്കാനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത്. സോ നമ്മളൊരിക്കലും പഠിക്കാത്തവർക്കുള്ളതാണ് ഈ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും, പഠിച്ചവർക്കുള്ളതാണ് സയൻസ് എന്നുള്ളതൊന്നും അങ്ങനെയുള്ളൊരു സ്റ്റീരിയോ ടൈപ്പ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആദ്യം മാറ്റണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചുകൂടെ ജെന്യുവനായിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. പിന്നത്തെ ക്വസ്റ്റ്യൻ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് പറയുമ്പോൾ നമ്മൾ ടെക് ഫീൽഡ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. കമ്പ്യൂട്ടർ സയൻസ് പറയുന്നത് ടെക് റിലേറ്റഡ് ആണല്ലോ. സോ ദാറ്റ് നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ലൈക്ക് നമുക്ക് എത്തിക്കൽ ഹാക്കർ, വെബ് ഡെവലപ്പർ, വെബ് ഡിസൈനർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അങ്ങനെയൊക്കെ പല ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. പിന്നെ കോഴ്സുകൾ +2 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും എടുക്കേണ്ടതിനെ പറ്റിയിട്ടാണെന്ന് വെച്ചാൽ BSc എടുക്കാം, BCA, ഏത് BBA ഒക്കെ എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കുറച്ച് നമ്മൾ പഠിച്ച ഫീൽഡായിട്ട് റിലേറ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എടുക്കാം. പിന്നെ BTech ഉണ്ട്, AI ആൻഡ് മെഷീൻ ലേണിംഗ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ കോഴ്സുകളുണ്ട്. സോ നിങ്ങൾക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൻഡ് ബയോളജി സയൻസുകാർക്ക് ഇതിനും കൂടും. നിങ്ങൾ ഓരോ സ്ട്രീം എടുക്കുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസിൻ്റെ അവൈലബിലിറ്റി കൂടും ചെയ്യും, കുറയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസുകാരാണെങ്കിൽ ആണെങ്കിൽ എന്താണ് മറ്റേ ബയോളജി റിലേറ്റഡ് ഫീൽഡിലേക്കൊന്നും പോകാൻ പറ്റില്ല. കൊമേഴ്സുകാർക്ക് നമ്മളുടെ റിലേറ്റഡ് ഫീൽഡിലേക്ക് ചില കോഴ്സുകളിലേക്കൊന്നും വരാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. പിന്നെ ഉള്ള വിഷയം, ഞാൻ എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടർ സയൻസ് ചൂസ് ചെയ്തത് എന്നുള്ളത് പറഞ്ഞുതരാം. എനിക്ക് ബയോളജി ഇഷ്ടമല്ല, അതാണ് മെയിൻ റീസൺ. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചൊക്കെ ഈ ടെക് റിലേറ്റഡ് ഫീൽഡിനെ ഇഷ്ടമുള്ള ആളാണ്. സോ അതുകൊണ്ടും കൂടിയാണ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്തത്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ചൂസ് ചെയ്തത്. പിന്നെ ഉള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു സ്ട്രീം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ലൈക്ക് ഒരു പേനയും പേപ്പറൊക്കെ എടുത്തിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ യൂസ്ഫുള്ളായി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ആദ്യം എഴുതിക്കുക. ലൈക്ക് നിങ്ങൾക്കൊരു +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫീൽഡിലേക്ക് പോകാനാണ് താല്പര്യം. ഒരു തീരുമാനമായിട്ടില്ലെങ്കിൽ പോയി ചാടിക്കറി ബയോ സയൻസ് എടുക്കുക, അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, ആ ഇൻട്രസ്റ്റ് നോക്കി കണ്ടുപിടിക്കുക, പോവുക. അല്ലാണ്ട് ഒന്നും അറിയില്ല, ഒരു ഐഡിയ ആയിട്ടില്ല പറഞ്ഞിട്ട് ബയോ സയൻസ് ഉണ്ട് ചാടിക്കറി എടുക്കരുത്. ബയോ സയൻസിനോ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പറഞ്ഞിട്ട്. കാരണം എന്താ വെച്ചാൽ അത് നിങ്ങൾക്ക് വേറെ വല്ല ബുദ്ധിമുട്ടുകളുണ്ടാക്കും. കാരണം നിങ്ങൾക്ക് ഇഷ്ടമില്ല, ഇനി ഭാവിയിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒരു പ്രാവശ്യം കയറി കഴിഞ്ഞാൽ പിന്നെ +2 നമുക്ക് മാറാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എന്താണ് പറയുന്നത്, സോ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ച് തീരുമാനിക്കുക. പിന്നെ പെന്നും പേപ്പറും എടുത്ത് എഴുതാൻ പറഞ്ഞത് ഇൻട്രസ്റ്റ് എഴുതണം. നിങ്ങൾക്ക് എന്ത് ജോബാണ് ഇത് കഴിഞ്ഞാൽ ആവേണ്ടത് ഐഡിയ എത്തിയവർ അത് എഴുതിക്കുക. അതിനെ റിലേറ്റ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക എന്തൊക്കെ സബ്ജക്ട്സാണ് നമുക്കിത് വേണ്ടത് എന്നൊക്കെ. അപ്പം ഫോർ എക്സാമ്പിൾ പൈലറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ഇതിൽ കെമിസ്ട്രി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഫിസിക്സ് മാത്സ് മസ്റ്റാണ്. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് NIOS വഴി എഴുതിയാൽ കയറാനൊക്കെ പറ്റും. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള അറിവുകൾ ഇപ്പോൾ ലൈക്ക് കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും ഫിസിക്സ് മാത്സ് ഇല്ല, അപ്പോൾ അവരെന്ത് ചെയ്യണം, NIOS എഴുതണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നേ കൂട്ടി അറിഞ്ഞേക്കാൻ. ഇപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെ അറിഞ്ഞ് തന്നെ അത്യാവശ്യം കാര്യങ്ങളായി. നിങ്ങൾ ഇൻട്രസ്റ്റിനനുസരിച്ച് നാട്ടുകാരും വീട്ടുകാരും പറയുന്നത് കേൾക്കാതെ നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുക. ആൻഡ് അത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആൻഡ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഹൈപ്പും കൂടെ ചെയ്യുക, ബിക്കോസ് അതെനിക്കും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.